ശ്യാമ മാഡത്തിന് അതിനൊന്നുള്ള സമയമില്ല. വണ്ടി വരുന്നുണ്ട്, പോകാൻ റെഡിയായിരിക്കോ? ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ രാധിക എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാം. പിന്നീട് സമയമുള്ളപ്പോ നമുക്ക് വിശദമായിട്ട് കാണാം. എന്നെ അത്രയും സ്നേഹിക്കുന്നൊരു കുട്ടിയല്ലേ. എന്നാ ഞാനേ മാഡത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ. ഇത് കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഞാനേ രാധികയുടെ ഒരു കാര്യം പറയാനാ ഫിദ മാഡത്തിനെ വിളിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു. ഫിദ മാഡം അങ്ങ് ഓടി വന്നോളൂന്നേ. രണ്ടുപേരെയും ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യമില്ലാന്നല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഫിദ മാഡത്തിന്റെ കൂടെ ഒരു സെൽഫി അങ്ങ് എടുത്തേക്കാം. തുശി, മുമ്പൊരിക്കല് ഫിദ മേഡത്തിന്റെയും ശ്യാമ മേഡത്തിന്റെയും ഫോൺ നമ്പറുകൾ ഒന്നാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അന്ന് മുതലേ എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സംശയം? നമ്മൾ ഇന്നുവരെ മുഖം കാണാത്ത ഫിദ മേഡം തന്നെയാണോ ഗായിക ശ്യാമയെന്ന്? നീ എന്താടാ ഈ പറയുന്നേ? ശ്യാമയെപ്പോലെ ഒരാള് വേഷം മാറി നടക്കൂ? അങ്ങനെ വേഷം മാറി നടക്കേണ്ട കാര്യമുണ്ടെങ്കിലോ? ശ്യാമ മേഡത്തിന് രാധിയെ സ്നേഹിക്കുന്നതിന് തടസ്സങ്ങളുണ്ട്. പക്ഷേ മുഖമറിയാത്ത ഫിദ മേഡത്തിന് ആ തടസ്സമില്ല. മുത്തശ്ശിക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? ഏതാണ്ടൊക്കെ, എന്നാലും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. മുത്തശ്ശി, എന്റെ സംശയം ഞാൻ പറയാം. ആരോ ഒരാള് പ്രസവിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉപേക്ഷിച്ചതല്ലേ രാധികയെ? അത് ഈ ഗായിക ശ്യാമയാണെങ്കിലോ? എന്താ, ഗായിക ശ്യാമ രാധികയുടെ അമ്മയോ? അല്ലാതെ അവര് തമ്മിൽ സാമ്യം ഉണ്ടാവൂ? ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേപോലെ. രാധികയുടെ ശബ്ദം കേട്ടവരൊക്കെ പറഞ്ഞില്ലേ അതേ ശബ്ദമാണെന്ന്? അതെ മുത്തശ്ശി, എനിക്കൊരു സംശയമില്ല. രാധികയെ അടുത്ത് നിർത്താനും രാധികയെ സ്നേഹിക്കാനും വേണ്ടിയാ ശ്യാമ മേഡം ഫിദ മേഡത്തിന്റെ വേഷം കെട്ടിയത്. ആ മറവിലിരുന്ന് ഒരമ്മ മകളെ സ്നേഹിക്കുക, അമ്മയുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ശ്യാമ മേഡത്തിന് മുമ്പിൽ രാധിക എത്തിക്കണം മുത്തശ്ശി. അവർ തമ്മിൽ പരസ്പരം കാണണം. അതിലാദ്യത്തേത് എന്റെ തെറ്റ് ചെയ്തിട്ടാ ചോരക്കുഞ്ഞായിരുന്ന എന്നെ വഴിയരികില് വലിച്ചെറിഞ്ഞെന്നാ. അങ്ങനെ ചെയ്തൊരമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടാവോ? അങ്ങനെ ഒരമ്മയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ? ആ അമ്മ എനിക്ക് വെറുപ്പാ വരുൺ, ഒരിക്കലും തീരാത്ത വെറുപ്പ്. വരുൺ കഥയുണ്ടാക്കി പറഞ്ഞ പോലെ ഒരിക്കലും ശ്യാമയുടെ എന്റെ അമ്മയാകാതിരിക്കട്ടെ. കാരണം ശ്യാമ മേഡത്തിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. അല്ല, ചിലപ്പോഴേ എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, ഗതികേട് കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണെങ്കിലോ? ഒരു വലിയ തെറ്റ് ചെയ്യാം, എന്നിട്ട് അതിന് ഗതികേട്, സാഹചര്യം എന്നൊക്കെ വിളിക്കുക. കള്ളത്തരം അത്. അത് ചെറിയ ആള് ചെയ്താലും ശരി, വലിയ ആള് ചെയ്താലും ശരി. ശരി, നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. ശ്യാമ മേഡം എന്റെ അമ്മയോ അല്ല, ഞാൻ അവരുടെ മകളും അല്ല. ശ്യാമ മേഡത്തിന് എന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അതിന് ഒരിക്കലും ഒരു കോട്ടം ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ കുടുംബമായിട്ട് ഒരു പ്രോഗ്രാമിന് പോകാനിരിക്കുകയായിരുന്നു. അതിനിടെ തനിക്ക് എന്താണ് ഇത്ര തിരക്ക്? കണ്ടേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. സാർ, ഞാൻ ആ ബെഞ്ചമിനെ കുറിച്ചൊരു കാര്യം പറയാനാ വന്നത്. അയാൾക്ക് എന്താ? അയാൾ എവിടെയാ സാറേ? നാട് വിട്ടോ? സാർ അയാളെ പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അയാൾ രാധികയും വരുണിനെയും കൊന്ന് സ്ഥലം വിടേണ്ട സമയം കഴിഞ്ഞല്ലോ.
ഇതുവരെ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. അല്ലെങ്കിലും ഈ ഓവറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ സംശയിക്കണമെന്നാ പറയുന്നത്. അബദ്ധം പറ്റിപ്പോയോ സാറേ? കൊടുത്ത പണവും കൊണ്ട് അയാൾ വണ്ടി കയറിയോ? താനിപ്പോ ഇത് ചോദിക്കുന്നത് ആകാംക്ഷ കൊണ്ടാണോ അതോ പണം കൊടുത്ത അധികാരത്തിലോ? എങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്ക് മറുപടി കിട്ടിയാൽ മതി. ഗൗതം, ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഞ്ചമിനെ ഏൽപ്പിക്കുന്ന ജോലി എപ്പോ ചെയ്ത് തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാൾ മാത്രമാണെന്ന്. നമുക്കതിൽ ഇടപെടാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞ് പണം കൊടുത്തിട്ട് ഇതുപോലെ സംസാരിക്കരുത്. അയാളോടൊന്നും ചോദിക്കാൻ പറ്റില്ല. അയാളുടെ ഭാവം കണ്ട ഒരു കൊലപാതകയുടെ അല്ല, ഏതോ മഹാനായ സാഹിത്യകാരനെ പോലെ വളരെ കുറച്ചേ മൊഴിയൂ. എടോ, ആദ്യം തന്റെ ഈ പുച്ഛം ഒന്ന് അവസാനിപ്പിക്കുക. കണിമംഗലം തറവാട്ടിലെ രാജരക്തം ഞരമ്പിലൂടെ ഓടുന്നതുകൊണ്ട് അയാള് വെറും പണിക്കാരനാണെന്നൊക്കെ തനിക്ക് തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു, അയാളുടെ റേഞ്ച് അതല്ലെന്ന്. സത്യത്തിൽ ഇതുപോലുള്ള കേസ് കെട്ടുകൾ അയാൾ ഏറ്റെടുക്കാറുമില്ല. ഒരുപാട് നിർബന്ധിച്ചിട്ട് തന്നെയാ ഞാൻ അയാളെ കൊണ്ടുവന്നത്. താൻ എന്താ വിചാരിച്ചത്? രാധികയും വരുണിനെയും കൊല്ലേണ്ട കാര്യം മാത്രമാണ് തന്റെ അച്ഛൻ അയാളോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നതെന്ന്? കണിമംഗലം കുടുംബത്തിലെ സമ്പത്ത് മുഴുവൻ കയ്യിലെത്തുന്നത് വരെ വിശ്രമിക്കാൻ പാടില്ലെന്ന ചന്ദ്രശേഖരൻ ബെഞ്ചമിനോട് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാ അയാൾ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പഠിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്.